പിതാവും പുത്രനും പരിശുദ്ധരുമാവുന്ന സത്യമുള്ള ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ദൈവം ഒരു പുതു ദിവസം കൂടി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആവശ്യമായിരിക്കുന്ന ആഹാരം ഞങ്ങൾക്ക് അന്നന്ന് തരണമേ. ഗീവസ് അവർ ഡെയിലി ബ്രെഡ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവമേ, ഞങ്ങൾക്ക് ഓരോ ദിവസവും ആവശ്യമായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അവിടെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ വഴി നടത്തും എന്നുള്ളതിനാൽ നാളത്തെക്കുറിച്ച് വിചാരപ്പെടരുത്. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി എന്നരുളി ചെയ്ത സർവശക്തൻ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തെ വഴി നടത്തുവാൻ ശക്തനായിരിക്കുക. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വരുന്ന നാളുകൾ അത് ദൈവകരങ്ങളിലാണ് എന്നുള്ളതിനാൽ ഞങ്ങളതിനെക്കുറിച്ച് വേദനിക്കേണ്ട എന്നും അതിനെക്കുറിച്ച് ഞങ്ങൾ ആവലാതിപ്പെടേണ്ട എന്നും അവിടെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്രകാരം നമ്മൾ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ അർപ്പിക്കുക. 118 സങ്കീർത്തനത്തിലെ ചിന്തകളിലേക്ക്, പഠനത്തിലേക്ക്, ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ബൈബിളിൽ തന്നെ മധ്യഭാഗത്തുള്ള സങ്കീർത്തനം, അത് 117 കൂടെയാണെന്ന് പറയുന്നു. കാരണം ചില പുരാതന ഇതിലൊക്കെ ഇതിനോട് ചേർത്ത് തന്നെയാണ്, മറ്റേ ഏതെങ്കിലും സങ്കീർത്തനത്തോട് ചേർത്ത് തന്നെയാണ് 117 എഴുതപ്പെട്ടിരുന്നത്. ആദ്യത്തെ ഇതിൽ ഇങ്ങനെ അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ടൊന്നും തിരിച്ചിട്ടില്ലായിരുന്നല്ലോ. പിന്നീട് ആണ് അതിന് സൗകര്യത്തിന് വേണ്ടി വാക്യങ്ങളായിട്ടൊക്കെ തിരിച്ച് ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പോൾ 117 സങ്കീർത്തനം ഏറ്റവും ചെറുതെങ്കിലും അത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് സാംസ് അല്ല, ഏറ്റവും വലിയ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഒരു 2 വാക്യത്തിൽ തന്നെ എല്ലാം സബ്സ്റ്റൻസ് എല്ലാം ഉൾക്കൊള്ളുകയാണ്. കാരണം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ള സത്യവും എല്ലാവരോടും ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനമാണ് അവിടെ കാണുന്നത്. ഓൾ ഇൻക്ലൂസീവ്, എല്ലാവരെയും അംഗീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറയുന്നത്. അതൊരു അതോറിറ്റിയാണ്, അതൊരു പദവിയാണ്. ദൈവമക്കളായിരിക്കുക, ദൈവമകനായിരിക്കുക എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയുടെ, ശ്രേഷ്ഠ വ്യക്തിയുടെ, മാന്യ വ്യക്തിയുടെ, മഹാന്മാരുടെയൊക്കെ മക്കളായിട്ടോ ഒക്കെ ജനിക്കുക എന്ന് പറയുന്നതായിരിക്കാം ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ വലുതായിരിക്കും. എന്നാൽ അതുമെല്ലാം കീഴെയാണ്. ഇപ്പോൾ ഒരു ദൈവോഹിതലിൻ്റെ മുമ്പിൽ അതെല്ലാം കീഴിലാണ്. ദൈവമകനാകുക, ദൈവോഹിതലാകുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജാണ്. അതൊരു വലിയ പദവിയാണ്, അതൊരു അനുഗ്രഹമാണ്, അതൊരു യോഗ്യതയായിട്ട് ദൈവമക്കളാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വാക്കിൽ പറയുന്നു, അത് നിസ്സാരമല്ല. അതിൻ്റെ ആഴം അത് എത്രമാത്രമാണ്. ഇൻഹെറിറ്റൻസ്, അതിൻ്റെ അവകാശം. മാത്രമല്ല ക്രിസ്തുവിൽ നാം കൂട്ടവകാശികളാണ്, ഷെയർ ഹോൾഡേഴ്സാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക്, ബ്ലെസ്സിങ്സിനെല്ലാം. പ്രകാരം നമ്മളെ തിരഞ്ഞെടുത്ത ദൈവത്തിന് സ്തുതി. നമ്മൾ ഇങ്ങനെ ഈ ഒരു അനുഗ്രഹം നമുക്കുള്ളത് കൊണ്ട് ഒരു ശത്രുവുണ്ട് നമുക്കെപ്പോഴും. ശത്രുവാകുന്ന സാത്താൻ. അവൻ്റെ തല കർത്താവ് കാൽവരി ക്രൂസിൽ തകർത്തു എങ്കിലും അവനെന്നും തന്ത്രം പ്രയോഗിക്കുന്നതാണ്, തന്ത്രശാലിയാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് തിരുവെഴുത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ കുടുക്കുകളും തന്ത്രങ്ങളും എല്ലാം വെച്ച് ദൈവജനത്തെ എതിരിടാൻ നോക്കുന്നു. അവൻ്റെ ശത്രു എന്നും ദൈവജനമാണ്. അവൻ്റെ ശത്രു മറ്റുള്ള ഭൗമിക നന്മകൾ അനുഭവിക്കുന്നവരല്ല, പ്രോസ്പെറിറ്റി അഭിവൃദ്ധിയിലേക്ക് പോകുന്നവരല്ല, പണമുണ്ടാക്കുന്നവരല്ല, പ്രശസ്തിയുള്ളവരല്ല. എക്കാലത്തും ശത്രുവിൻ്റെ എതിരി എന്ന് പറയുന്നത് അത് ദൈവജനമാണ്, ദൈവമക്കളാണ്. ഒരു ദൈവവേദനയാണ് ശത്രു എപ്പോഴും എതിർക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു സാക്ഷ്യത്തിൽ, അത് ഒരു മനസ്സ് മാറിയ ഒരു മന്ത്രവാദി, ഒരു മജീഷ്യൻ, മാജിക്കൽ വർക്ക്സ്, ഈ സ്റ്റേജ് മാജിക്കൽ ഇതല്ല, അല്ലാതെ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. ഭയങ്കര സാക്ഷ്യമാണ് അത്. ഒത്തിരി അമ്പലങ്ങളെല്ലാം കെട്ടി മനുഷ്യരിങ്ങനെ വഞ്ചിച്ചു കൊണ്ടിരുന്ന ദുഷ്ടശക്തികളെയൊക്കെ അതിന് വഴിവിട്ടും അതിനെ വശീകരിച്ചും അതിൻ്റെ കീഴ്പ്പെട്ടും ഒക്കെ ജീവിച്ചു വരുന്ന വ്യക്തി അത്ഭുതകരമായിട്ട് രൂപാന്തരപ്പെട്ടു. അദ്ദേഹം എന്നിട്ട് പറയണം, അദ്ദേഹം 4 ക്രിസ്ത്യാനികൾക്കെതിരെ മന്ത്രം ചൊല്ലിയിട്ടുണ്ട്, അത് ഫലിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെ മന്ത്രം ചൊല്ലിയാൽ ഫലിക്കുമോ? അവിടെ ഫലിക്കും. എങ്ങനെയാണ്?
ഈ യേശുവും ഒരു ദൈവമാണ്, എല്ലാം ഒന്നാണ് എന്നുള്ള ചിന്തയിലുള്ള ക്രിസ്ത്യാനി അവരുടെ മേൽ മന്ത്രം ഫലിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 4 പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അത്രയും 4 പേർക്കും അത് ഫലിച്ചു. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി യേശു മാത്രം ദൈവമെന്ന് അവനെ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുന്ന ഒരു ശത്രുവിൻ്റെ ഒരു പദ്ധതിയും നടക്കുകയില്ല, ഒരു മന്ത്രവും അവന് ഫലിക്കുകയില്ല, ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ചേരുകയുമില്ല എന്ന വചനത്തിൻ്റെ ആ ഒരു അവകാശം നമുക്ക് ലഭിക്കുകയാണ്, ആ ഒരു പ്രിവിലേജ് നമുക്ക് ലഭിക്കുന്നു. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, കാക്കുന്നു. അങ്ങനെ ശത്രു ഉപദ്രവിക്കുന്ന ഉപദ്രവങ്ങളെക്കുറിച്ചൊക്കെ വിവരണമാണ് ഈ 118 സംഖ്യ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ അതേ എന്നേക്കുള്ള ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു ആഹ്വാനം പറയും. 5-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ച് 6-ാമത്തെ വാക്യത്തിൽ പറയണം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. യഹോവ നീതിമാന്മാരുടെ ഉണ്ടല്ലോ എന്ന് 14-ാം സങ്കീർത്തനത്തിൽ 54 ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ 52 ഒക്കെ കാണുന്നുണ്ട്. അവിടെ പറയുന്നത് നീതിമാന്മാരുടെ തലമുറ പരിശോധിച്ചാൽ ദൈവം അവിടെയുണ്ട്, ദൈവത്തെ കണ്ടെത്താൻ പറ്റും അല്ലേ? കാരണം അവിടെ ജീവിതം കൊണ്ടും ഇവരുടെ സാക്ഷ്യം കൊണ്ടും അവർ പിൻതലമുറയ്ക്ക് കൈമാറി കൊടുത്ത വിശ്വാസം കൊണ്ടും എല്ലാം ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇവിടെ പറയുകയാണ്, എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട് എന്ന്. നമ്മൾ സഹായിക്കുന്നവരോടുകൂടെ അതിൻ്റെ ഒരു മനസ്സ് ദൈവമാണ് കൊടുക്കുന്നത്, ഒരു നല്ല മനസ്സ്. സ്വയം പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരു മനസ്സ്, അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. കാരണം ക്രൈസ്തവത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്നെ കർത്താവ് പറഞ്ഞെന്നാണ്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ, എന്നാണ് പറയുന്നത്. അവർ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ പറയാം തന്നെത്താൻ ത്യജിച്ച്, സെൽഫ് ഡിനയൽ. അവിടെ പിന്നെ സെൽഫില്ല, പിന്നെ ഞാൻ ഉയരണം, എൻ്റെ പ്രശംസി, എൻ്റെ മഹിമ, എൻ്റെ അങ്ങനെ ഒന്നുമില്ല, ദൈവനാമം മാത്രം മഹത്വപ്പെടണം. അത് മാത്രം ഏക ലക്ഷ്യമായിട്ട് മാറുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നെ സഹായിക്കുന്നവരോടുകൂടി യഹോവ പക്ഷത്തുണ്ട്, എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പായിക്കുന്നവരെ കണ്ട് രസിക്കും എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കണ്ട് അതൊരു നല്ല, ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് refuge in the Lord than to put confidence in mortals. The Lord is on my side to help me. I shall look in triumph on those who hate me. എന്നെ ഇങ്ങനെ ഭയക്കുന്നവരുടെ മേൽ ഞാൻ ജയം കൊണ്ടാടുമെന്നാണ് പറയുന്നത്. ലുക്ക് ഇൻ ട്രയംഫ്, ജയത്തോടെ അതിനെ വീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അവിടെ പറയുന്നത്. അടുത്ത് പറയുകയാണ് 8-ാമത്തെ വാക്യത്തിൽ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ദ മിഡിൽ വേർഡ് ഓഫ് ദിസ് ബൈബിൾ. ഇത്ര വാക്യം നമ്മൾ ഇന്നലെ വാക്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ മധ്യമ വാക്യമായിട്ടാണ് ഇത് പറയുന്നത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യ, നല്ലത് എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് മോശ മുഖാന്തരവും മീഖാ പ്രവാചകൻ മുഖാന്തരവും ഒക്കെ അരുളി ചെയ്യുന്നുണ്ട്, നല്ലത് എന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ടൂടെ പറയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ് ദാൻ ടു പുട്ട് കോൺഫിഡൻസ് ഇൻ മോർട്ടൽസ് എന്ന് പറയുന്നത്. നശിച്ചു പോകുന്ന മനുഷ്യരെക്കാൾ മൃതരാണ് അവർ. അതാണ് മർത്യൻ എന്ന് പറയുന്നത്. പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യന് പൊടിയിലേക്ക് ചേരുന്നവൻ. ആ മൃതനായ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് എന്ന് പറയുകയാണ്. 2-ാമത്തെ പറയാണ്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാർ, പ്രിൻസസ്. It is better to take refuge in the Lord than to put confidence in princes. രാജാക്കന്മാരിൽ, അധികാരികളിൽ, ഔന്നത്യത്തിലുള്ളവരിൽ, പ്രഭുക്കന്മാരിൽ, ഇവരിലൊന്നും ആശ്രയിക്കരുതെന്ന് പറയാം. അവരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാനവർ ഛേദിച്ചു കളയും. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാനവർ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, അവർ എന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാനവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാനവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. അപ്പം ഇവിടെ പറയുകയാണ്, എന്നെ പയക്കുന്നവരെ, അവർ എന്നെ വളഞ്ഞു, അവർ എന്നെ വളഞ്ഞു, സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എതിർപ്പാണ്.
ലോകത്തു നിന്നുള്ള എതിർപ്പിനെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ ഒരു ദൈവത്തിൽ എന്ത് ചെയ്യുക അതിനെയൊക്കെ യഹോവയുടെ നാമത്തിൽ, ഇന്ന് നമ്മൾ യേശുവിൻ്റെ നാമം എന്നെ യഹോവയുടെ, എന്നെ അറിഞ്ഞു എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്ന കർത്താവ് പറയുന്നു. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നാമം യേശുവിൻ്റെ നാമം ശ്രേഷ്ഠമായ നാമമാണ്. മൂലോകങ്ങളും വാഴ്ത്തുന്ന നാമം, മൂലോകരും മുട്ടുമടക്കുന്ന നാമം. ആ നാമത്തിൽ നമുക്ക് ശത്രുവിന്മേൽ ജയോത്സവം കൊണ്ടാടാൻ സാധിക്കും. യഹോവയുടെ നാമത്തിൽ ഞാൻ ഛേദിച്ച് കളയുമെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. അവർ എന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ ഛേദിച്ച് കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റുവളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ച് കളയും. തേനീച്ച പോലെ ചുറ്റുവളയുകയാണ്. തേൻകൂട്ടിലൊക്കെ അല്ലെങ്കിൽ തേനീച്ചക്കൂട്ടിലൊക്കെ എവിടെയെങ്കിലും കല്ലെറിഞ്ഞിട്ടുള്ളവരെയൊക്കെ നോക്കിയാലറിയാം, അത് വിടാതെ നമ്മളെ പുറകെ വന്ന് ആക്രമിക്കും, കൂട്ടമായിട്ട് വരും. അത് വന്ന് ചുറ്റി കൊത്തി അതിന് സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ വാസ്തവത്തിൽ മരണം വരെ ഭയങ്കര അപകടങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ അതിനോട് സാമ്യപ്പെടുത്തപ്പെടാം. തേനീച്ച പോലെ അവർ എന്നെ ചുറ്റി വളഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാലും അവർ മുൾത്തീ പോലെ കെട്ടുപോയി എന്ന് പറയാം. മുൾത്തീ പോലെ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ച് കളയും. തുടർന്ന് പറയുക, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഞാൻ വീഴാൻ തക്കവണ്ണം എന്നെ തള്ളി, പക്ഷേ യഹോവ എന്നെ സഹായിച്ചു എന്ന്. എൻ്റെ നമ്മൾ 116 ദാവീദ് ആ സാക്ഷ്യമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നുവെന്ന്. ആ ഒരു രക്ഷ ഇവിടെ. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഒന്നിനോടുകൂടി ഒരു തള്ളെന്ന് കൂടെ പറയുന്ന പോലെ, ഒന്നിനോടുകൂടി ഒരു തള്ള് എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടുന്നവന് പിന്നെയും ആക്രമണത്തിന് വിധേയനാക്കി അവനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശത്രു. എന്നാൽ ആ ശത്രുവിന്മേൽ ജയോത്സവം കൊണ്ടാടാൻ കൃപ തരുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ബലം. അതുകൊണ്ട് നമുക്ക് ഒറ്റ കാര്യമേ ഇന്നത്തെ പ്രബോധനം എന്താണ്? ബൈബിളിൻ്റെ മധ്യവാക്യമായിട്ട് നമ്മൾ കണ്ടത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ. ദൈവത്തിൽ ആശ്രയിക്കാം, നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. ദൈവമേ, നീയാണ് എൻ്റെ എല്ലാം, നീ എന്നെ വഴി നടത്തണമേ. എൻ്റെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ നിനക്ക് കഴിയും. ശിക്ഷ വിധിക്കുന്നവനാര്? ദൈവമാണ്. കുറ്റം പിടിക്കുന്നവനാര്? ദൈവമാണ്. അതുകൊണ്ട് ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. മീഖാപ്രവാചകൻ പറയും, ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ഏത് പ്രതികൂലത്തിലും ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഒന്നും നമുക്ക് പ്രതികൂലമാകുകയില്ല. പ്രതികൂലങ്ങളെയൊക്കെ അനുകൂലമാക്കി തരുവാൻ ദൈവത്തിൻ്റെ സർവ്വശക്തിക്ക് സാധിക്കും. അതിനായി ദൈവകൃപയെ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തോട് നമുക്ക് നമ്മളെ തന്നെ അപേക്ഷയിലും യാചനയും സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഇന്നത്തെ പ്രബോധനത്തിനായ സ്തുതി. എന്തു വന്നാലും മുന്നിലോ ലോകത്തിലോ മനുഷ്യരിലോ പ്രഭുക്കന്മാരിലോ സമ്പത്തിലോ ധനത്തിലോ ഒന്നിലും ആശ്രയിക്കരുത് എന്ന് തിരുവഴുത്തുകളെ പറയുമ്പോൾ, എല്ലാറ്റിൻ്റെ ഉടയവൻ, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ, ഞങ്ങളെ സ്വന്തം മകനാകുവാൻ, മക്കളാകുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ച, പുത്രൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ സ്വർഗസ്ഥ പിതാവാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങളുടെ വേണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തരും ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കായി സ്തുതി. ശത്രു ചുറ്റി വളഞ്ഞാലും തേനീച്ച പോലെ ചുറ്റി വളയുന്ന ശത്രു മുൾത്തി പോലെ കെട്ടുപോകുമെന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. ശത്രുവിൻ്റെ ഒരു പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് നേരെ ഒന്നും ഫലിക്കുകയില്ല എന്നുള്ള പ്രബോധനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്നിൽ മാത്രം സത്യദൈവമേ, നിത്യദൈവമേ, നിന്നിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കും. ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, നന്മകൾ നിറയ്ക്കണമേ, മഹത്വത്തോടുന്ന് മാത്രം എടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കഷ്ടകാലത്തവനേറ്റമടുത്ത തുണയാകും, കണ്ണുനീർ